രണ്ടാം തവണ അധികാരത്തിലേറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയ തീരുമാനങ്ങളുടെ ആഘാതം ഇപ്പോഴും ലോകരാജ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാപാര യുദ്ധമൊക്കെ ആ പട്ടികയിലെ പ്രധാന തീരുമാനമായിരുന്നു. നിലവിൽ ആഴ്ചകൾ നീണ്ട ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ മറ്റൊരു തീരുമാനം കൂടി കൈക്കൊള്ളുകയാണ് ട്രംപ്. നിരവധി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 41 രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരട് പട്ടികയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും സമാനമായ നടപടികൾ ചില രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയിരുന്നു. പ്രധാനമായും മുസ്ലിം രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു അന്നത്തെ ട്രംപിന്റെ നടപടി. എന്നാൽ അതിനേക്കാൾ വിശാലമായ തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ഭരണകൂടം ആലോചിക്കുന്നത്. 41 രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് നിയന്ത്രണങ്ങൾ. ഓരോന്നിലും നിയന്ത്രണത്തിന്റെ തോതും വ്യത്യസ്തമാണ്. 2025 ജനുവരി 20 അധികാരമേറ്റ ട്രംപ് അന്ന് തന്നെ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് അംഗങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ദേശസുരക്ഷ ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ മുൻനിർത്തി പട്ടിക നൽകാനായിരുന്നു ഉത്തരവ്. ഭീകരാക്രമണ ഭീഷണി, വിദ്വേഷകരമായ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നവർ, കുടിയേറ്റ നിയമങ്ങൾ ദുരുദ്ദേശങ്ങൾക്കായി ചൂഷണം ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു വിലക്കേർപ്പെടുത്താനുള്ള നീക്കം. റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായാണ് 41 രാജ്യങ്ങളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. റെഡ് പട്ടികയിലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനത്തിന് പൂർണ്ണ വിലക്കുണ്ടാകും. അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ക്യൂബ, ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ, സൊമാലിയ, സുഡാൻ, സിറിയ, വെനസ്വേല, യമൻ എന്നിങ്ങനെ 11 രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്. വിദേശകാര്യ വകുപ്പാണ് ഈ പട്ടിക തയ്യാറാക്കിയത് എന്നാണ് വിവരം. അതിൽ മാറ്റം വന്നേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓറഞ്ച് പട്ടികയിൽ 10 രാജ്യങ്ങളെയാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിലെ രാജ്യങ്ങൾക്ക് അമേരിക്കൻ യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും സമ്പൂർണ്ണ നിരോധനമുണ്ടാകില്ല. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് കുടിയേറ്റ വിസകൾക്കാകും അനുമതി നിഷേധിക്കുക. എന്നാൽ സമ്പന്നരായ വ്യവസായികൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കാനാകുമെന്നും റിപ്പോർട്ടുണ്ട്. കൂടാതെ വിസ ലഭിക്കുന്നതിന് ചട്ടങ്ങൾ കർശനമാക്കാനും നീക്കം നടക്കുന്നു. നിർബന്ധിത വ്യക്തിഗത അഭിമുഖം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളാകും ബെലാറസ്, എറിത്രിയ, ഹെയ്ത്തി, ലാവോസ്, മ്യാൻമർ, പാകിസ്ഥാൻ, റഷ്യ, സിയറാലിയോൺ, ദക്ഷിണ സുഡാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിങ്ങനെ ഓറഞ്ച് പട്ടികയിലുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നേരിടേണ്ടി വരിക. റെഡ്, ഓറഞ്ച് ലിസ്റ്റുകളിലെ രാജ്യങ്ങൾ പരിശോധിച്ചാൽ ഭൂരിഭാഗവും മുസ്ലിം രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളുമാണ്. അതേസമയം റഷ്യയെ റെഡ് പട്ടികയിലല്ലാതെ ഭാഗിക നിയന്ത്രണം വ്യവസ്ഥ ചെയ്യുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ട്രംപിന്റെ മാറുന്ന നയത്തിന്റെ പ്രതിഫലനമായാണ് കണക്കാക്കപ്പെടുന്നത്. യെല്ലോ പട്ടികയിൽ 22 രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അവർക്കുമേൽ ആരോപിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ 60 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചില്ലെങ്കിൽ റെഡിലേക്കോ ഓറഞ്ചിലേക്കോ മാറ്റും. അമേരിക്കയിലേക്ക് എത്തുന്ന പൗരന്മാരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുക, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പാസ്പോർട്ട് നൽകുക എന്നിവയാണ് അമേരിക്ക പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. 2017 ട്രംപ് ആദ്യമായി യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. മുസ്ലിം യാത്രാ നിരോധനം എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെയായിരുന്നു ട്രംപ് ലക്ഷ്യമിട്ടത് എന്നതാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണമായത്. അതിന്റെ ഭാഗമായി സിറിയൻ അഭയാർത്ഥികളുടെ പ്രവേശനം തടയുകയും ഇറാഖ്, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യക്തികളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അത് സുപ്രീം കോടതി തടഞ്ഞെങ്കിലും പട്ടിക പുതുക്കിയതിന് പിന്നാലെ അംഗീകാരം നൽകുകയായിരുന്നു. പുതുക്കിയ പട്ടികയിലും 8-ൽ 6 മുസ്ലിം രാജ്യങ്ങളായിരുന്നു. പിന്നീട് 2021 ജോ ബൈഡൻ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് അന്നത്തെ ട്രാവൽ നിരോധനം പിൻവലിച്ചത്.